ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു 7 മണി ആ ടൈമിലാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഈവനിങ്ങിൽ വൈകുന്നേരം 7 മണിക്ക്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു നൈറ്റ് റൊട്ടീൻ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഒരു 3 സവാള എന്താണ് എടുത്ത് 2 പീസാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാനെപ്പോഴും തലേ ദിവസം തന്നെ ഇങ്ങനെ നാളെ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മോൻക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് സവോളയും അതുപോലെ അങ്ങനെ വെജീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള 2-3 എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അതുപോലെ 2 എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എളുപ്പത്തിൽ എല്ലാവരും ചെയ്തെടുക്കാനായിട്ട് പറ്റും. മോനാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും പോകും. അപ്പോഴേക്കും നമുക്ക് എല്ലാവരും റെഡിയായി കിട്ടണം. അപ്പോൾ ഇപ്പം നല്ല തണുപ്പൊക്കെ ചെയ്ത് കാരണം എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി, അരിയാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7:30-7:45 ആ ടൈം ആകുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്ര നേരത്തെ. അല്ല അങ്ങനെ ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുള്ളൂ. അപ്പം ഇത് ഇനി ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരും. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണതാണ്. അപ്പോൾ എല്ലാ മക്കളും 2 ആളുണ്ട് കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നേരം വെളുത്ത് നമ്മൾ ആദ്യം തന്നെ അരി അടപ്പത്തിട്ടിട്ടുണ്ട്. അത് അരി അപ്പം ചോറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. അപ്പം ഇന്ന് അവന് സ്നാക്കായിട്ട് കൊടുക്കാനായിട്ട് ഫ്രൂട്ട്സ് ഒന്നുമില്ല, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അതൊന്ന് മറ്റേ സ്ലൈസ് ചെയ്യണ സംഭവത്തിലിട്ട് ചെറിയ സ്ലൈസ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇത് അവൻ പറയണത് ലേസ് എന്നാണ്, പൊട്ടറ്റോ ലേസ് എന്നാണ് അവൻ പറയാറ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇതാക്കി വെക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് പൊടിയൊക്കെ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ അവന് കൊടുത്തുവിടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ചോറ് കഴിക്കൂല സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമാണ് കൊടുത്തുവിടാറ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തവന് ശീലിപ്പിക്കണ്ടല്ലോ, ചോറ് എന്തെങ്കിലും കൊടുക്കാൻ നേരത്തിട്ടാണ് ഇന്നിപ്പോൾ ചോറാക്കണത്. എനിക്കിത് ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ വാർക്കാനായിട്ട് അറിയില്ല കേട്ടോ. എപ്പോൾ ഞാൻ ഇതാക്കിയാലും ഇതേ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം മൊത്തം പോകും. ഇവിടെ ഉമ്മയാണ് കഞ്ഞി വാർക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ കിച്ചണിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഉള്ള വെള്ളം മൊത്തം താഴെ പോയി, കയ്യും പൊള്ളും ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് ലൈസ് പൊട്ടറ്റോ സ്നാക്ക് റെഡിയാക്കാനായിട്ട് പോണേണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ആ സംഭവം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അവന് ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ചോറ് കൊടുത്താൽ അവൻ കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാനപ്പോൾ ഒരു എഗ് റൈസ്, എൻ്റെ ഒരു വേർഷനാണ്, എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ആ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തു. വേറെ മസാലകളൊന്നും ഇതിലിട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത സമയത്തുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിലത്തെ മസാലകൾ തന്നെ വെളിച്ചെണ്ണയിലുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ എരിവ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവന് കഴിക്കാനും പറ്റില്ല. അത് കാരണം അധികം മസാലയൊന്നും ഇടുന്നില്ല. സവാള ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഈ കോഴിമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഒരു സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അവന് കൊണ്ടുപോകാൻ ആവശ്യത്തിനുള്ള 2 കയ്യിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ വേറെ മസാലകളൊന്നും ഇട്ട് കൊടുത്തില്ല. കാരണം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന സമയത്തുള്ള ആ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു അംശം ഉള്ളത് കൊണ്ട് പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ലഞ്ചും സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലോണം ടൈം വൈകിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും നമുക്കിപ്പോൾ കിട്ടില്ല. കാരണം 8 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പം എല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അവൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ പകർത്തേണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ കാണാം.
അതുപോലെ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറ്റുന്നവർ ലൈക്കൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് സജഷനായിട്ട് ചെല്ലും. അപ്പോൾ അതെനിക്ക് ഉപകാരമാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോൾ നമ്മുടെ സ്നാക്കിലേക്ക് പൊട്ടറ്റോ സ്നാക്കും പിന്നെ അതുകൂടാതെ കുറച്ച് കാഷ്യൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അവന് വെള്ളം പകർത്താനായിട്ട്, അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാരണം കുറച്ച് ഒരു വെള്ളം അവൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഒരു നാരങ്ങയുടെ 2 ഡ്രോപ്പ് അതിൽ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇടുന്നില്ല, കുറച്ച് ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം ആക്കിയിട്ട് അതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതപ്പോൾ എൻ്റെ ബാഗിലേക്ക് എടുത്ത് വെക്കണം. ഇപ്പോൾ തന്നെ ടൈം നന്നായിട്ട് വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മോൻക്ക് ഞാനിന്ന് എന്താ കൊടുക്കണേന്ന് വെച്ചാൽ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായി. അത് നമ്മൾക്കിന്ന് രാവിലെ കറി വെക്കാനായിട്ടുള്ള അതിന് എടുത്തു വെച്ചതാണ്. അപ്പോൾ അതും പിന്നെ ഒരു പേരക്ക ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും മുറിച്ചതും പിന്നെ കുറച്ച് കാഷ്യൂം ഇതാണ് അവന് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പാലും. ഇത്രയുമാണ് അവൻ രാവിലെ തന്നെ കൊടുക്കണത് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു കപ്പിൽ പാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്കും കൂടിയാണ് ഈ ഒരു കപ്പിൽ പാലെടുക്കുന്നത്, മോൾക്കും മോൻക്കും വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ റെഡിയായിട്ട് സ്കൂളിൽ പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് ഇന്ന് പുട്ടും അതുപോലെ കാടമുട്ട ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാടമുട്ട പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് ഹാഫായിട്ട് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി രണ്ടും വാടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എന്തിപ്പം കാടമുട്ടയാണെങ്കിൽ എല്ലാം മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മസാല പൊതുവെ കുറച്ചാണ് ഇടാറ്. പിന്നെ അതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ ഇത്രയും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഉപ്പിട്ട വീഡിയോ ഇതിൽ കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കാടമുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കശുവണ്ടി പേസ്റ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ പക്ഷേ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയേണ്ട കാടമുട്ടയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് പുട്ടും കാടമുട്ട ഗ്രേവിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുട്ടാണ് കേട്ടോ, ചിരട്ടപ്പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്കലത്തേക്ക് ഫുഡ് വെക്കാനായിട്ട് നല്ലോണം നേരം വൈകി 12 മണിയായി. നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 12 മണിയായി. അപ്പം ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. ഈ കറിക്ക് ഞാനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ ആദ്യം മീൻ വെച്ചിട്ടാണ്, മത്തി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ചുവന്നുള്ളിയിലെ അത്, പിന്നെ കുറച്ച് വേപ്പില ഒക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ ഒരു 2 ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പുളി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ പുളി തിളപ്പിച്ച ആ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന്, അതായത് 12 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേഗം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് കറിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തി എന്തെങ്കിലും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും പറയാം. മത്തി സൂപ്പെന്നോ അല്ലെങ്കിൽ അങ്ങനെ മത്തി തിളപ്പിച്ചെന്നോ അങ്ങനെ എന്തുവേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മുടെ ആ കറി റെഡിയായിട്ട് അടുത്തത് പിന്നെ കൂർക്ക ഇരിക്കുന്നുണ്ടായി, കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരനാക്കാനായിട്ട് ചതച്ച മുളകൊക്കെ ഇട്ട് ആ കൂർക്കയും തോരനാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ടൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾക്കിടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവരോടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.